നമ്മുടെ ജീവിതത്തിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി നടക്കുന്ന ചില കാര്യങ്ങൾ അതിപ്പോൾ എത്ര ചെറുതായാലും വലുതായാലും നമുക്ക് തരുന്ന സന്തോഷം ഒത്തിരിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. നട്ടപ്പേര് വേലത്തുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു കൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് 3rd ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ ചെന്നൈയിൽ ബീച്ചിൻ്റെ സൈഡിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് 2 പ്രാവശ്യം നമുക്കിത് മിസ്സായിട്ടുണ്ട്. കാരണം അന്നത്തെ ദിവസം ഇവിടെ എത്താൻ കഴിയാതെയായിട്ട്. അപ്പോൾ ഇത്തവണെങ്കിലും ഇത് മിസ്സാവാതിരിക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേങ്കിൽ പോകാൻ പറ്റുന്ന യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം ഇന്ന് അച്ചൂരിന് നൈറ്റ് ഷിഫ്റ്റ് ഉള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ പ്രതീക്ഷകളൊക്കെ മങ്ങിയിരിക്കുന്ന നേരത്ത് പെട്ടെന്നൊരു തീരുമാനം അങ്ങ് മാറ്റി. പെട്ടെന്ന് പോയിട്ട് വരാം, ഒത്തിരി ടൈമൊന്നും എടുക്കരുത് എന്നുള്ള ഉറപ്പോടുകൂടി അങ്ങനെ പോകാമെന്നങ്ങ് സമ്മതിച്ചു. അങ്ങനെ ഓൺലൈനിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. ഇത് കേട്ട സമയത്ത് എൻ്റെ മനസ്സിൽ എത്ര ലഡുവാണ് പൊട്ടിയെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനെ വൈകുന്നേരം 3 മണിക്കാണ് ഇവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 3:15 ആയപ്പോഴത്തേക്കും ഇവിടെ എത്തി. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഈ ബാൻഡൊക്കെ വാങ്ങിച്ചു. ആദ്യം തന്നെ നമ്മൾ കയറുന്നത് ഈ ഒരു വലിയ ഹാളിലേക്കാണ്. അവിടെ ഓരോരോ സ്റ്റാളുകളാക്കിയിട്ട് കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്കുള്ള നല്ല നല്ല ഫ്രെയിംസ് ഉണ്ടായിരുന്നു, നല്ല നല്ല ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചു കുട്ടികളുടെ ഡ്രസ്സുകളുള്ള കടകൾ, പിന്നെ വലിയവർക്കുള്ള ചുരിദാറും സാരിയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഡ്രസ്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ ഐറ്റംസ്, ഇലക്ട്രോണിക് ഐറ്റംസ്, വണ്ടികൾ, പിന്നെ ഓരോ ടൂർ പാക്കേജുകളും കാര്യങ്ങളും, പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ, ഒരു A to Z വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കളിപ്പാട്ടങ്ങൾ, പിന്നെ പലതരം മെഷീൻസും കാര്യങ്ങളും, ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ. പിന്നെ ഇതെല്ലാം കണ്ടുപോരുക എന്നുള്ളതല്ലാതെ ഞാനൊന്നും പ്രത്യേകിച്ച് അതൊന്നും എടുക്കുന്ന കൂട്ടത്തിലല്ല. പിന്നെ ഫാൻസി ഐറ്റംസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ പലതും ഇങ്ങനെ മില്ലറ്റ്സ് കൊണ്ടുള്ള പായസവും അതും ഇതും പൊടികളൊക്കെ ആയിക്കൊണ്ട് കുറേ പേര് നമ്മളിങ്ങനെ പറയുന്നുണ്ട്. നമുക്കത് രുചിച്ച് നോക്കാൻ വേണ്ടി തരികയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ ബുക്കിൻ്റെ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഗെയിം കളിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ ആകെ ഒരു ഉടക്കി ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും ഈ സമയം എഴുതി വെച്ചും കൊണ്ട് വെള്ളം കുടിക്കുന്ന ആ ഒരു തരം ബോട്ടിലുണ്ടല്ലോ. ഞാനതിനെ കിണർ ബോട്ടിലാണ് പറയല്. അപ്പോൾ ആ ഐറ്റം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് സ്റ്റക്ക് വഴി അവിടെ നിന്നെങ്കിലും പക്ഷെങ്കിൽ ഞാനത് എടുക്കാതെ ഇങ്ങ് പോന്നു. പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ കണ്ടുവന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ വെളിയിലോട്ട് ഇറങ്ങണം എന്നുള്ളൊരു ചിന്തയാണ് ഉണ്ടായത്. കാരണം അവിടെയാണല്ലോ പട്ടത്തിൻ്റെത്, അത് കാണണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാണ് ഓടിപ്പിടിച്ച് ഉച്ചയ്ക്ക് വന്നത്. അങ്ങനെ നമ്മൾ സ്റ്റാളൊക്കെ കംപ്ലീറ്റ് ആക്കിയ ശേഷം വെളിയിലോട്ട് ഇറങ്ങി. അവിടെ കുറേ എൻ്റർടൈൻമെൻറ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു. സ്നോ വേൾഡ്, പിന്നെ ഹൊറർ ഹൗസ് തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ. അതിനൊക്കെയുള്ള ടിക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. പിന്നെ അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലോട്ട് അങ്ങ് കടന്നു. അവിടെയാണ് ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഇഷ്ടം പോലെ പല രൂപത്തിലും ഒക്കെയുള്ള കാർട്ടൂൺ ഐറ്റംസും പക്ഷി മൃഗാദികളടക്കമുള്ള ഭീമാകാരമായ പട്ടങ്ങൾ ഇങ്ങനെ ആകാശത്ത് പറക്കുന്നത് കണ്ടത്. നട്ടപ്പേര് വെയിലാണെങ്കിൽ കൂടി ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ആൾക്കാരൊക്കെ ശരിക്കും വന്നു തുടങ്ങുന്നുള്ളൂ. കാരണം ഈ ഒരു പരിപാടി രാത്രി വരെയുണ്ട്. അപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ അച്ചോടെ ഹെൽമെറ്റൊക്കെ വെച്ചാണ് നടക്കുന്നത്. എനിക്ക് പിന്നെ ഹെൽമെറ്റ് കാര്യമൊന്നും വേണ്ട, എങ്ങനെ ഫോട്ടോസ് എടുക്കണം ഇതൊക്കെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി വന്നാണ് കേട്ടോ. വെറൈറ്റി ഐറ്റംസ് കളിപ്പാട്ടങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എവിടേക്ക് നോക്കണം എന്നറിയാത്ത രീതിയിലുള്ള കളർഫുൾ ആയിട്ടുള്ള പല വെറൈറ്റികളായിട്ടുള്ള വലിയ ഭീമാകാരമായിട്ടുള്ള പട്ടങ്ങളാണ് ഉള്ളത്. പല കാർട്ടൂൺ കഥാപാത്രങ്ങളുണ്ട്, പക്ഷി മൃഗാദികളുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ട്. നോക്കി നമുക്കൊരു പ്രത്യേക ഒരു രസമാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വെയിലൊന്നും എനിക്ക് വലിയതായിട്ട് ഏശാത്ത പോലെ തോന്നിട്ടോ. അങ്ങനെ ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കുറേ തേരാ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഒപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും തോന്നുന്നു ഇത്ര പോരെ വെയിലായതുകൊണ്ട് ശരിക്കും കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. എന്നാലും ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത് കാണാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം. പിന്നെ ചുമ്മാ ഇങ്ങനെ ആലോചിച്ചിട്ട് എത്ര ഉയരത്തിൽ പറന്നാലും നൂലിനറ്റം മറ്റാരുടെ കയ്യിലാണെന്ന് പരാതി പറയുന്ന ഒരു കൂട്ടം പട്ടങ്ങൾ എന്ന് ഏതൊരു കവി പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ഞാനിങ്ങനെ ഓർത്തത്. ഈ ഓരോ പട്ടത്തിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് അതിൻ്റെതായ കുറേ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പട്ടത്തിലൊന്നും തന്നെ പിടിച്ച് വലിക്കരുത് എന്നൊക്കെ ഇൻസ്ട്രക്ഷൻ നൽകാനായിട്ടും കുറേ പേരുണ്ട്. അതിലധികം ഉണ്ടായിരുന്നത് ഫോറിനേഴ്സ് തന്നെയായിരുന്നു. ചില കുട്ടികളൊക്കെ തന്നെ എന്താ പറയുക, ഇതിൻ്റെ വാലറ്റൊക്കെ താഴേക്ക് വരുമ്പോൾ അതേ കിടന്ന് ചാടി പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ അവരതിൽ നിന്ന് വീഴാനൊക്കെ പോയി പറയുന്നുണ്ട്. പട്ടത്തിൻ്റെ കുറേ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാർ, പിന്നെ അതിനായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സായിപ്പന്മാരുടെ കൂടെ ഫോട്ടോസ് എടുക്കുന്ന കുറേ പേര്, അങ്ങനെ പല വെറൈറ്റി കാഴ്ചകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരം ആകും തോറും തിരക്കുകൾ കൂടി വരുന്നതായിട്ടാണ് തോന്നിയത്. കാരണം രാത്രി വരെ ഉണ്ടല്ലോ. വൈകുന്നേരം 6 മണി മുതൽ അവിടെ DJ പ്രോഗ്രാമും നടക്കുന്നുണ്ട്. പിന്നെ പല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഐറ്റംസും റൈഡുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. യന്ത്രഊഞ്ഞാലൊക്കെ. ഇപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ അതിലൊന്നും ഒത്തിരി ആളുകളില്ല. രാത്രി ആകുമ്പോഴേക്കൊക്കെ നല്ല തിരക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്നൊരു അവധി ദിവസമാണ്. പിന്നെ ഈ പരിപാടിയുടെ ലാസ്റ്റ് ദിവസമാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ ആ റൈഡുകളും കാര്യങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ പോകുന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡിൻ്റെ ഏരിയയിലേക്കാണ് കടന്നത്. അപ്പോൾ അവിടെയും ഓരോരോ സ്റ്റാളുകൾ വെച്ച് വെറൈറ്റി ഫുഡുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാൻ നേരത്തെ പിങ്ക് ലെമണേഡ് വാങ്ങി. അതൊട്ടും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ഹോട്ട് ഡോഗ് വാങ്ങി. അത് വലിയ കുഴപ്പമില്ലാത്തൊരു ഐറ്റമായിരുന്നു. പിന്നെ വാനില ഫ്രൈഡ് ഡോണട്ട് വാങ്ങി. അതും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഏതായാലും DJ പ്രോഗ്രാമിനുള്ള പരിപാടികളൊക്കെ തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ആൾക്കാരൊക്കെ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കപ്പോൾ വൈകുന്നേരത്തേക്ക് വീട്ടിലെത്തേണ്ടതുകൊണ്ട് തന്നെ ഒരു സൺസെറ്റൊക്കെ ആയപ്പോഴേക്കും നമ്മൾ തിരിച്ചു വരുവാണ്. അപ്പോൾ ഇന്ന് ആ നാട് മൊത്തം അവിടെ എത്തിയെന്നുള്ള രീതിയിൽ നല്ല തിരക്കൊക്കെ ആയിക്കൊണ്ട് വരാണ് കേട്ടോ. റോഡ് മൊത്തം ബ്ലോക്കാണ്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.